Ananya Sabu, Chandini S, Krishna K, Alida C, Abirami S. Anand. Appleby അക്കാഡമിയുടെ ഒരു വാസ്റ്റ് പൂൾ ഓഫ് JRF ക്വാളിഫൈഡ് സ്റ്റുഡൻസിൽ വളരെ റീസെൻ്റ് ആയിട്ട് JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ഈ സ്റ്റുഡൻസ് എല്ലാം ആപ്പിൾബി അക്കാഡമിയുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിൽ പഠിച്ച് അവരുടെ ഡ്രീം ഗോൾ ആയിട്ടുള്ള JRF അച്ചീവ് ചെയ്തിട്ടുള്ളവരാണ്. സോ ആപ്പിൾബി അക്കാഡമിയുടെ ഏത് റിസോഴ്സസ് ആണ് ഇവരെ ഏറ്റവും കൂടുതൽ അവരുടെ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് അവരിലൂടെ തന്നെ നമുക്ക് നോക്കാം. അനന്യ സാബുവിന്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ വന്ന് പഠിച്ചു. വെറും 4 അല്ലെങ്കിൽ ഒരു 4 to 5 months കൊണ്ട് JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അവിടെ വന്നപ്പോൾ മിസ്സിന്റെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അപ്പോഴെനിക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയത്. അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഇത്രയും ക്വസ്റ്റ്യൻ, തിയറിന്ന് ഒരു ഇത്രയും ക്വസ്റ്റ്യൻ, തിയറിയും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഒരു ക്രസ്റ്റ് ഏരിയ ആണെന്നൊക്കെ മനസ്സിലായത് അവിടെ വന്നപ്പോഴാണ്. അപ്പൊ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഓൺലൈൻ സ്റ്റുഡന്റ് ആകുമ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് അതൊക്കെ നോക്കി ഒരാൾ പറഞ്ഞു തരുമ്പോഴായിരിക്കും തോന്നുന്നു അത്രയും ഇച്ചിരി കൂടെ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് എനിക്ക് ക്ലാസ് പിന്നെ തിയറി ആണെങ്കിലും അത്രയും നന്നായിട്ട് മനസ്സിലായതൊക്കെ മിസ്സിന്റെ ക്ലാസ്സിലിരുന്നുകൊണ്ടാ. പിന്നെ പേപ്പർ 1ന്റെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി ക്ലാസ് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറെ പോർഷൻസിന്റെ കിട്ടിയില്ല. പക്ഷെ കിട്ടിയ ക്ലാസ് എല്ലാം നല്ലായിരുന്നു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ ലോജിക്ക്, അത് കുറച്ചൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ അതെല്ലാം നല്ലതായിരുന്നു. പിന്നെ എനിക്ക് അതിന്റെ പേപ്പർ 1ൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ LMS പ്ലാറ്റ്ഫോം ആണ്. കാരണം ഒത്തിരി നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അവൈലബിൾ അല്ല. ഓരോ ടോപ്പിക്കിന്റെയും കുറെ ടെസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നൊരു ഐഡിയ കിട്ടും. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിരുന്നു. പേപ്പർ 2നും LMS പ്ലാറ്റ്ഫോം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. ചാന്ദിനി ഇതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു 6 months റെഗുലർ കോച്ചിങ്ങിൽ വരുന്നു. ചാന്ദിനിക്കും ആ ഒരു 6 monthsലൂടെ ചാന്ദിനിയുടെ ഡ്രീം ആയിട്ടുള്ള JRF അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈനിൽ വന്നപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മൾ ഒരാളെ പുഷ് ചെയ്യുന്ന പോലെയാണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു ഫ്ലോയ്ക്ക് നമ്മൾ പഠിച്ചു പോകും. അപ്പൊ പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എനിക്ക് ഓഫ്കോഴ്സ് ക്ലാസ് റൂം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഓൺലൈൻ നമ്മൾ എത്രയാന്ന് പറഞ്ഞാലും അത് ഓക്കെ, അത് ഒരാൾക്കാരുടെ ഇതനുസരിച്ചിരിക്കും. ഞാൻ ചോദിച്ചു എക്സാംസ്, വീഡിയോസ്, അങ്ങനത്തെ അതിൽ ഏത് മോഡായിരുന്നു കൂടുതലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? ലൈക്ക് എക്സാംസ് ആയിരുന്നു. ഓക്കെ, അതിന്റെ ഒരു നമ്മളിപ്പം ഓൺലൈൻ ആണെങ്കിലും നമുക്ക് എക്സാംസ് ഉണ്ട്, ഓഫ്ലൈൻ ആണെങ്കിലും എക്സാംസ് ഉണ്ട്. അപ്പം ഈ ഓൺലൈനിൽ എക്സാംസ് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എക്സാംസ് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്തായിരുന്നു? മെയിൻ ആയിട്ട് റാങ്കിന്റെ ആണ്. അത് വെച്ചിട്ട് നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടെ ആയിരുന്നു. എങ്ങനെ ടോപ്പ് 3 എങ്ങനെ കയറാം എന്നുള്ളതായിരുന്നു. അപ്പൊ അവരുടെ പേര് ഇങ്ങനെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയായാലും റാങ്ക് വെച്ചിട്ട് എയിം ചെയ്ത് അങ്ങനെ പഠിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ എക്സാം വരുമ്പോൾ എന്തായാലും ആരും ഉഴപ്പത്തില്ല. ആ സമയത്ത് നമ്മൾ എന്തായാലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പേസിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് അത്ര ഒരു എഫക്റ്റീവ്നെസ് ഫീൽ ചെയ്യത്തില്ല. കൃഷ്ണയും വളരെ നമുക്കൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൃഷ്ണ റെഗുലർ ആയിട്ട് നെറ്റ് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. റിപ്പീറ്റ് ആയിട്ട് കൃഷ്ണയ്ക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നിൽക്കാതെ കൃഷ്ണ JRF എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് വീണ്ടും നെറ്റ് എഴുതി. ആൻഡ് ഫൈനലി കൃഷ്ണ ഹാസ് അച്ചീവ്ഡ് ഹെർ ഡ്രീം JRF. എക്സാംസ് തന്നെയായിരുന്നു എഫക്റ്റീവായി തോന്നിയത്. കാരണം എക്സാംസ് വരുമ്പോൾ ആ ടോപ്പിക് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് എന്നെ എക്സാം എഴുതണം എന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ എക്സാമിന് ആ ടോപ്പിക്ക് കവർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഡിലേ വരാതെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റി. നമുക്കിവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കതൊരു അതിൽ റാങ്കിൽ ഒരുപാട് താഴെ വരുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പഠിച്ചു തുടങ്ങിയത്. എന്തായാലും പഠിക്കണം, കാരണം അങ്ങനെ കുട്ടികൾ എത്തുന്നുണ്ടല്ലോ, റാങ്കിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടത്തേക്ക് എത്തണം എന്നില്ലയിലാണ് കൂടുതൽ ആ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടാണ് അധികം എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കൽ. നെറ്റ് പഠിക്കുന്ന ടൈം പിന്നെ നമ്മൾ ഇനി അത് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി JRFലേക്ക് കുറച്ചും കൂടി മാർക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ടച്ച് വിട്ടാൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് പഠിക്കുന്ന പോലെ അതേ എഫേർട്ട് ഇട്ട് തന്നെ നെക്സ്റ്റിൽ പിന്നെ എക്സാംസ് കൂടുതൽ ഫോക്കസ് ചെയ്തു. ഒന്ന് നമ്മളെ കയ്യിലുണ്ടല്ലോ, ആ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടി. അപ്പോൾ പിന്നെ അത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് എടുക്കലും, പിന്നെ ഇവിടുത്തെ എക്സാംസ് മാക്സിമം എക്സാംസ് ഇടാൻ മിസ്സിനോട് തന്നെ പറയുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കവർ ചെയ്തു.
അലിഡ നമ്മുടെ ഡിറ്റർമിനേഷന്റെ ഒരു മെറ്റഫർ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യത്തെ തവണ തന്നെ അലിഡ നെറ്റ് ക്വാളിഫൈഡ് ആയി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലിഡയും അതിൽ അവസാനിപ്പിച്ചില്ല. ഷീ ഓൾസോ വാണ്ടഡ് ടു ക്വാളിഫൈ ഫോർ JRF ആൻഡ് വീണ്ടും അലിഡ അതിനു വേണ്ടിയിട്ട് തന്നെ പ്രയത്നിച്ചു. ആൻഡ് റീസെന്റ് ആയിട്ട് അലിഡയ്ക്ക് JRF ക്വാളിഫിക്കേഷനും കിട്ടി. എക്സാംസ് ആയിരുന്നു എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എക്സാമിന് വേണ്ടിയായിരുന്നു ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ആയാലും പേപ്പർ 1 ആയാലും എല്ലാം. ആദ്യം മാർക്ക് കുറയുമ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ ഒരു സങ്കടം വരും. അപ്പം വീണ്ടും അത് പഠിക്കാൻ വേണ്ടി മോട്ടിവേഷൻ തന്നെയായിരുന്നു. വിഷമം ഉണ്ട്, എന്നാലും അത് പഠിക്കാനുള്ളൊരു ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിയറിയും ക്രിട്ടിഷും ഭയങ്കര വാസ്റ്റാണ്. പക്ഷേ അതിന് നമുക്ക് പഠിച്ചാൽ അത്രയും മാർക്ക് നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചധികം ഫോക്കസ് അതിന് കൊടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇവിടുത്തെ സ്ട്രാറ്റജി ഓരോ മൊഡ്യൂളായിട്ടാണല്ലോ വരുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് മുതൽ നമുക്ക് ഏറ്റവും മോഡേൺ വരെ ഉണ്ട്. അപ്പം അതിന്റെ ഓരോ സാധനവും ഓരോന്നിന്റെ എക്സാമും ഒക്കെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ അതിന് വേണ്ടി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഭിരാമിയും നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡന്റ് ആയിരുന്നു. 2 ടേമായിട്ട് അഭിരാമി ആപ്പിൾബി അക്കാഡമിയുടെ സ്റ്റുഡന്റ് ആണ്. സെക്കൻഡ് ടേമിൽ അഭിരാമി വിത്ത് നെറ്റ് ആൻഡ് JRF ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. സോ നമുക്ക് അഭിരാമിക്കും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. റെഗുലർ എക്സാംസ് ഉണ്ടായിരുന്നു പേപ്പർ 1-നും 2-നും. അപ്പോൾ ആ റെഗുലർ എക്സാംസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി സബ്ജക്റ്റിലോട്ട് എന്താ വരിക, നമ്മൾ എവിടെ നിന്നാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായി. പിന്നെ പേപ്പർ 2-ൻ്റെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ജൂലിയറ്റ് മാം ആയിരുന്നു എനിക്ക് പേപ്പർ 2 ക്ലാസ്സസ് എടുത്തത്. മാമും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൻസർ കീ ചലഞ്ച് ചെയ്യുന്ന ആ സമയത്ത് അത് നമ്മൾ ചെയ്ത പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഇവിടെ ഒരു സെഷൻ വെച്ചായിരുന്നു. നമ്മൾ എവിടേക്കാണ് നമുക്ക് മാർക്ക് പോയത് എന്നുള്ള കറക്റ്റ് അനാലിസിസ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സെഷനിൽ ഇവിടെ കിരൺ സാറും ജൂലിയറ്റ് മാമും ഒക്കെ കൂടി പറഞ്ഞു തന്നു ഏത് ഏരിയാസാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്നും നമ്മൾ റിവൈസ് ചെയ്യണം. ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കരുത്. അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒരിക്കലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി മാറ്റി വെക്കരുത്. അത് എന്നും റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ. പിന്നെ പേപ്പർ 2-ൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇവിടെ അക്കാഡമിയിൽ നടത്തിയിട്ടുള്ള എക്സാംസിലൊക്കെ പൊതുവേ ഒരു മീഡിയം ലെവൽ മാർക്കാണ് പേപ്പർ 2-ന് കിട്ടുക. മുകളിലോട്ടും പോകത്തില്ല, അധികം കുറയത്തില്ല. അപ്പോൾ ജൂലിയറ്റ് മാം എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ആവാൻ പറ്റില്ല, നിനക്ക് കുറയുന്നില്ല ഓക്കെ, പക്ഷെ നമ്മൾ സ്ട്രാറ്റജി മാറ്റി പിടിക്കണം, എന്നാലേ ഇമ്പ്രൂവ് ആവാൻ പറ്റുള്ളൂ എന്ന്. എന്നിട്ട് മാമാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്, എന്നും നമ്മൾ ഒരു ഫിക്സ്ഡ് സമയം റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ആ സമയത്ത് വേറൊരു കാര്യം ചെയ്യരുത്, റിവിഷൻ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്നും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ 2 കാര്യം ഞാൻ അന്നോട്ട് ഫോളോ ചെയ്തു. അതും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ സ്റ്റുഡൻസും ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്ന സ്റ്റുഡൻസും എല്ലാം ആപ്പിൾബി അക്കാഡമിയിൽ പല സാഹചര്യങ്ങളിലൂടെ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ഇതിൽ പല സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും റെഗുലർ ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ 6 months കോച്ചിങ്ങിനായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്, റിപ്പീറ്റ് ആയിട്ട് ക്ലാസ് റൂം കോച്ചിങ്ങിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഈ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അങ്ങനെയുള്ള ജോബ്സ് ഒക്കെ ആയിട്ട് പിന്നീട് ഏപ്രിൽ മെയ് അല്ലെങ്കിൽ അങ്ങനെ 2 to 3 months 3 to 4 months അങ്ങനെ വളരെ കുറച്ച് ടൈമിലോട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനായിട്ട് 6 monthsലേക്ക് വളരെ റെഗുലർ ആയിട്ട് നമ്മളോട് ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ചോദിച്ചു വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതല്ലാതെ റെസ്പോൺസിബിലിറ്റീസ് കാരണം ലോങ് ടേമിലേക്ക് 1 year 2 year ആ ഒരു രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെയും നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡ്രീം ആയിട്ടുള്ള JRF അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആപ്പിൾബി അക്കാഡമിയുടെ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, സാഹചര്യം എന്താണെങ്കിലും ആപ്പിൾബി അക്കാഡമിയുടെ റിസോഴ്സസ്, അതായത് നമ്മുടെ പല റിസോഴ്സസും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരും എന്നുള്ളതാണ്. അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മളിവിടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിട്ടുള്ള അലീന ഷിജു ആണ്. സോ അലീന ഷിജുവിന്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലീന BA കഴിഞ്ഞിട്ട്, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇഗ്നോയിൽ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു ടൈമിലാണ് ഇവിടെ നെറ്റ് കോച്ചിങ്ങിന് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ അലീനയുടെ ഒരു സ്റ്റേറ്റസ് എടുക്കുകയാണെങ്കിൽ PGയുടെ റിസൾട്ട് അറിയുന്നതിന് മുൻപ് തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടാണ് അലീന നമ്മുടെ കൂടെ നിൽക്കുന്നത്. സോ അത്രയും പ്ലാൻഡ് ആയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയയും ഇല്ലാതെയാണ്, എന്ന് വെച്ചാൽ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയയും ഇല്ലാതെയാണ് അലീന വരുന്നത്. ആൻഡ് ഇവിടുത്തെ നെറ്റ് കോച്ചിങ്
അലീനയുടെ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷന് ഇഗ്നോവിൽ അലീന എടുത്തിട്ടുള്ള അലീനയുടെ പോസ്റ്റ് ഗ്രാജുവേഷന് അലീനയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടും സപ്ലിമെന്ററി ആയിട്ടാണ് അലീന പഠിക്കുന്നത്. അതിന്റെ തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PGയുടെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഷീ ക്വാളിഫൈഡ് ഫോർ ഹെർ NTA NET എക്സാം ആൻഡ് ഷീ ഈസ് റൈറ്റ് ദർ ടു സ്റ്റാർട്ട് ഹെർ PhD കരിയർ. അതുപോലെ തന്നെ അഞ്ജു, ജീവയുടെ കാര്യം പറയുകയാണെങ്കിൽ ജീവ എന്ന് പറയുന്നത് MA കഴിഞ്ഞ് പിന്നെ BEd കഴിഞ്ഞ് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ഇവിടെ നെറ്റിന് വേണ്ടിയിട്ട് വരുന്ന ഒരു കുട്ടിയാണ്. സോ ഷീ ഓൾസോ ഹാസ് ഈ പറഞ്ഞതുപോലെ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു ഫ്ലോയും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ആദ്യത്തെ ബാച്ചിൽ തന്നെ ജീവ ഇവിടെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഭദ്രയും നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നീട് നമ്മുടെ സ്കോളർഷിപ്പിലൂടെ വന്നു. ഭദ്രയും നെറ്റ് ക്വാളിഫൈഡ് ആയി. ഷെർവിൻ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ കൂടെ നെറ്റിന് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഷെർവിൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, സ്ലോ പ്രോസസ്സിലൂടെയായിരുന്നു ഷെർവിൻ നെറ്റ് ക്വാളിഫൈ ചെയ്തത്. ഷെർവിൻ ഇപ്പം ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമുക്ക് മിജീഷയുണ്ട്. മിജീഷ എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്. വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിലാണ് മിജീഷയും നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. മിജീഷ അതായത് ഓൺലൈനിലാണെങ്കിൽ പോലും ആളുടെ ആ ഒരു ഡൗട്ട്സിന്റെ കാര്യങ്ങളും ഡിറ്റർമിനേഷനും എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ആപ്പിൾബി അക്കാഡമിയുടെ ഇംഗ്ലീഷിന്റെ തന്നെ പല സ്റ്റുഡൻസും നമ്മുടെ റിസോഴ്സസ് അവരെ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അമൽ നമ്മുടെ ക്ലാസ് റൂമിൽ വളരെ കുറച്ച് ടൈമിലേക്ക് വന്നു. അപ്പം അമലിന് വേണ്ടതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാനോ അങ്ങനെ ആയിരുന്നില്ല. വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് അമൽ വരുന്നത്. അമലും ആ ഒരു ലക്ഷ്യം സക്സസ്ഫുള്ളി ക്രോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനിൽ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് സുമയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിത്ത് JRF ആണ് സുമ ക്വാളിഫൈഡ് ആകുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന പല റിസൾട്ട്സും എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ആപ്പിൾബിയുടെ പല റിസോഴ്സസ്, അതായത് നമുക്ക് ഓരോരുത്തർക്കും പ്രിഫർ ചെയ്യുന്ന ഓരോ റിസോഴ്സ് ആയിരിക്കും. അതിൽ ഓരോ റിസോഴ്സസ് അവരുടേത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് യൂസ് ചെയ്ത് അവരുടെ ഡ്രീം ഗോൾ ആയിട്ടുള്ള JRF അല്ലെങ്കിൽ നെറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങളുടെ ഡ്രീം ഗോൾ ആയിട്ടുള്ള നെറ്റ് അല്ലെങ്കിൽ JRF അച്ചീവ് ചെയ്യാനായിട്ട് ഒരു 6 months നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡിയാണ്. നിങ്ങൾക്കൊരു ഇൻട്രാക്റ്റീവ് ക്ലാസ് ആണ് വേണ്ടത്, ക്ലാസ് റൂം കോച്ചിങ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ആപ്പിൾബി അക്കാഡമിയുടെ ക്ലാസ് റൂം കോച്ചിങ് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള പാലായിലാണ്. സോ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, ഇതിനോടനുബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്ല, ഒരു ഫിസിക്കൽ ക്ലാസ്സിനുള്ള ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഏത് റിസോഴ്സാണ് ആപ്പിൾബി പ്രൊവൈഡ് ചെയ്യുന്ന ഏത് റിസോഴ്സാണ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ we are always there to help you, we are always there to assist you, and for any more details just contact us. Thank you.